ദേവരാജ മാഷ് ഞാനും കൂടെ ഈ പറഞ്ഞ പോലെ വഴക്കൊക്കെ ഇട്ടെങ്കിലും 36 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 36 പടങ്ങളിൽ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പാട്ട് എഴുതി കൊടുത്തയച്ചു, പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിക്കും, ഇതെന്താണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങോട്ടൊന്ന് വന്നേ, ഇവിടെ ചെല്ലും. ഈ പല്ലവി വേണ്ട എന്നാണ്, ഈ പല്ലവിയിൽ ഈ വാക്ക് വെണ്ണിലാവ് വയലാറിൻ്റെ മറ്റേ പാട്ടി വന്നിട്ടുണ്ട്. അതുവരെ, അതായത് ഒരു പല്ലവിയിൽ വന്ന വാക്ക് ഇന്നിപ്പോൾ എത്ര പല്ലവിയിലാണ് സെയിം ആവർത്തിക്കുന്നത്. ഒരു വാക്ക്, ഇത് വയലാറിൻ്റെ ഇന്ന പാട്ടിൽ ഈ വാക്ക് തുടങ്ങി, ഈ വാക്ക് തുടങ്ങണ്ട മാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ലിറിസിസ്റ്റിൻ്റെ കാര്യത്തിൽ മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും ഇടപെടുന്നത് വെച്ചാൽ പരസ്പരം ഒരു ബഹുമാനത്തെ നല്ല ദേഷ്യത്തിലല്ല നമുക്ക് നമ്മുടെ. അതുപോലെ ചിലപ്പം ചില പാട്ട് വെച്ച് ദേവരാജ മാഷ് തമ്പിയുടെ ഒരു സ്റ്റാൻഡേർഡ് വന്നില്ല കേട്ടോ ഈ പാട്ടിന്. സംവിധായകനും നിർമ്മാതാവും അംഗീകരിച്ച പാട്ടാണ്. ആ സംവിധായക നിർമ്മാതാവ് അംഗീകരിച്ച പാട്ട് മ്യൂസിക് ഡയറക്ടർ മാറ്റാൻ പറയും. ശരി, അതാ ദേവരാജ മാഷ് അങ്ങനെ ഞാൻ പറഞ്ഞത് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടു കാണും, പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് വന്നില്ല, മാറ്റി എഴുതും. അപ്പം അതൊരു കാലഘട്ടം വേറെയാണ്. ആ കാലഘട്ടത്തെ നമുക്ക് ഈ കാലഘട്ടത്തോട് താരതമ്യം ചെയ്യാൻ സാധ്യതയില്ല. സാഹിത്യത്തോടും അവർക്ക് ഒരു അഭിരുചി അല്ലേ, കവിതയോടൊക്കെ അവർക്കറിയാം. അവർക്ക് ഇപ്പോൾ ദേവരാജ മാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഗ്രാജുവേറ്റാണ്. പുള്ളിക്ക് മലയാളത്തിൽ ആദ്യം അദ്ദേഹം സംഗീത സംവിധാനം തുടങ്ങുന്നത് തന്നെ ചങ്ങമ്പുഴയുടെ വരികൾ ട്യൂൺ ചെയ്തിട്ടാണ്. ഇപ്പോഴും ഇപ്പം മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നപ്പോൾ ഇപ്പോൾ മലയാളം അറിയാത്ത മ്യൂസിക് ഡയറക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് നമ്മുടെ കൾച്ചർ അറിഞ്ഞൂടാ, ഒന്നും തന്നെ അവർക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ കേരളം കേളികൊട്ട് ഇരുന്ന കേരളം എന്ന് ഞാൻ എഴുതിയത് ദേവരാജ മാഷ ട്യൂൺ ഇട്ടുകൊണ്ടുകൂടല്ലേ ആ രീതിയിലാണ് രാഗത്തിൽ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു പിന്നെ മനസ്സിലേക്ക് പാട്ട് കയറുന്നത്. അപ്പോൾ അതുപോലെ ഓരോ പാട്ടിന് പൊൻവയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു, അത് രാഗത്തുള്ള വേറൊരു പാട്ട്, അത് കൃഷ്ണസ്വാമി. അപ്പോൾ അതൊക്കെ നമ്മളെ പൊൻവയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു എന്ന് ഞാൻ എഴുതിയ ആ വരികൾ പൊൻവയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു എന്ന അതേമാതിരിയാണ് സ്വാമി ചൂണിച്ച് ആ ഫീൽ കിട്ടത്തക്കാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് കാവ്യ ഗുണം കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് ട്യൂൺ ചെയ്യണം. ഈ അടുത്ത കാലത്തൊരു വലിയ സംഗീത സംവിധായകനോടൊപ്പം ഞാനുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാട്ട് നിലനിൽക്കണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല, പടം നന്നായാൽ മതി. സോ അറ്റ്ലീസ്റ്റ് എനിക്ക് പക്ഷേ അയാൾ വളരെ വലിയ ബഹുമാനം, അയാൾ സത്യമാണ് പറഞ്ഞത്, വളരെ ജെന്യുവൻ ആണ് അയാൾ അങ്ങനെ പറയുന്നത്. ഇപ്പം തമ്പിസാറിൻ്റെ പാട്ട് സൂപ്പർ ഹിറ്റ് ആവണം, 50 കൊല്ലം നിലനിൽക്കണമെന്ന്. ഹൃദയ സരസ്വല ഇപ്പം 40 വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നു. പക്ഷേ എനിക്ക് ആ നിർബന്ധമില്ല, എനിക്ക് എൻ്റെ പടം ഹിറ്റായാൽ മതി. ഈ പടം ഓടുന്ന സമയത്ത് ഈ പാട്ട് ജനങ്ങൾ തുള്ളണം, എനിക്കതേ ഉള്ളൂ. ഈ പാട്ട് നിലനിൽക്കേണ്ട ആവശ്യം എനിക്കില്ല, എൻ്റെ കാര്യമല്ല അത്. അപ്പോൾ ആ കാഴ്ചപ്പാട് ഇന്നത്തെ സംവിധായകരുടെ, ഇന്നത്തെ ഡയറക്ടേഴ്സിൻ്റെ കാഴ്ചപ്പാട്, അന്നത്തെ ഡയറക്ടേഴ്സിൻ്റെ കാഴ്ചപ്പാട് അതല്ല. അന്നത്തെ ഡയറക്ടേഴ്സിൻ്റെ കാഴ്ചപ്പാട് ഈ പടം നന്നാവണം, ഈ പടത്തിൽ പാട്ട് നന്നാവണം, ഈ പാട്ടും നന്നാവണം.